ഹായ് ഹലോ നമസ്കാരം. ഇപ്പോ ലിയോ കണ്ടിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു വീഡിയോ ചെയ്തിട്ട് കുറെ ദിവസമായി. ഷോർട്ട് വീഡിയോസ് മാത്രമായിട്ട് ഏകദേശം ഒരു മാസമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നു. ആ തിരക്കുകളൊക്കെ ഏകദേശം ഒതുങ്ങി ഇപ്പോൾ സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കാരണം ഇനി മുതൽ അങ്ങോട്ട് നമ്മുടെ വീഡിയോസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ വന്ന നേരെ വേഗം പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോകാം. ലിയോ കണ്ടു. പുലർച്ചെ 4 മണിക്കുള്ള ഷോ ആയിരുന്നു വടക്കാഞ്ചേരി താളം തിയേറ്ററിൽ. ഫാൻ ഷോ ടിക്കറ്റാണ് കഴിയിരിക്കുന്നത്. LCU ലിയോ 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 ഈ ഒരു പേര് അല്ലെങ്കിൽ ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞൊരു 6 മാസം അല്ലെങ്കിൽ 1 വർഷമായിട്ട് നമ്മളിങ്ങനെ ചെവി ഇങ്ങനെ തഴമ്പിച്ചിരിക്കുകയാണ് അല്ലെ. സത്യം പറഞ്ഞാല് ഈ ക്രൂ മെമ്പേഴ്സോ അല്ലെങ്കിൽ ആ സിനിമയുടെ ആരും തന്നെ നല്ല രീതിയിൽ നല്ല ഹൈപ്പ് കൊടുത്തിട്ട് നല്ല പ്രൊമോഷൻ കൊടുത്തിട്ട് ഇങ്ങനെയായിരിക്കും, ഈ സീൻ ഇങ്ങനെയായിരിക്കും, ഇത് ഈ കൈയടിക്കാനുള്ള വകയുണ്ട് എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിലൊന്നും ആരും തള്ളി മറിച്ച് ആ പടത്തിനെ ഒരു ഹൈപ്പിന്റെ കൊടുമുടിയിലേക്ക് കൊണ്ടുവച്ചിട്ടില്ല. പിന്നെ എവിടെയാണ് ലിയോ എന്ന സിനിമയ്ക്ക് ഇത്രയധികം ഹൈപ്പ് ഉണ്ടായത്? അത് പ്രധാനപ്പെട്ട കാരണം, ഒന്നാമത്തെ കാരണം അത് ലോകേഷ് കനകരാജിന്റെ മൂവി ആണ് എന്നതുകൊണ്ട് തന്നെയാണ്. കാരണം അദ്ദേഹം മുൻപ് ചെയ്ത 2 സിനിമകൾ, വിക്രമാണെങ്കിലും കൈദിയാണെങ്കിലും, അവ തമ്മിലൊരു LCU കണക്ഷൻ ഉണ്ട് എന്നൊരു ലോകേഷ് കനകരാജ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊരു കണക്ഷൻ ഉണ്ട് എന്ന് വിക്രം എന്ന സിനിമയിലെ പല സ്ഥലങ്ങളായി കാണിച്ചപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമയും അത്തരത്തിലൊരു കണക്ഷൻ ഉണ്ടായിരിക്കും എന്നൊരു രീതിയിലാണ് എല്ലാവരും ചിന്തിച്ചു വെച്ചത്. ഈ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന കൺസെപ്റ്റ് ഇപ്പോൾ മാർവൽ ആണെങ്കിലും DC ആണെങ്കിലും മറ്റേ ഹോളിവുഡ് സിനിമകളാണെങ്കിലും ബോളിവുഡ് സിനിമകളാണെങ്കിലും അത്തരത്തിലൊരു കൺസെപ്റ്റ് ജനറേറ്റ് ചെയ്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ തമിഴ് സിനിമയിലേക്ക് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഓഡിയൻസ് നല്ലൊരു കയ്യടിയോടെ അല്ലെങ്കിൽ ഹൃദയത്തോടെയാണ് അത് സ്വീകരിച്ചത്. ആ ഒരു പാറ്റേണിൽ തന്നെ വരുന്ന ഒരു മൂവി എന്ന നിലയ്ക്കാണ് നമ്മുടെ ഈ ലിയോ സിനിമയ്ക്ക് ഇത്രയധികം ഹൈപ്പ് കിട്ടിയത്. പിന്നെ നമ്മുടെ യൂട്യൂബേഴ്സ് ആണെങ്കിലും പിന്നെ ഈ ട്രെയിലർ ഡീകോഡിങ്, പോസ്റ്റർ ഡീകോഡിങ്, പിന്നെ ഈ സോങ് ഡീകോഡിങ്, ഈ വക കാര്യങ്ങളിലൂടെ ഡീകോഡ് ചെയ്ത് ഈ പടത്തിൽ ഇത് ഇങ്ങനെ ഉണ്ടായിരിക്കും, ഈ പടത്തിൽ ഈ വക കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അതിനെ വേറൊരു ഏതോ ഒരു തലത്തിലേക്ക് കൊണ്ടുവച്ചിട്ടാണ് ഇന്ന് ആ പടം റിലീസാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂവേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ വിജയ് ഫാൻസിനാണെങ്കിലും അതൊരു വലിയ ട്രീറ്റ് തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് തിയേറ്ററിലേക്ക് പോകുന്നത്. ഈ LCUവിനെ കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയാം, അതെനിക്ക് എങ്ങനെയാണ് എത്തുന്നതെന്ന് ലാസ്റ്റ് പറയാം. ഇപ്പൊ നമുക്ക് ആദ്യത്തെ പ്രധാനപ്പെട്ട കാരണം, ഞാനൊരു ഫാൻ ഷോയ്ക്ക് പോകാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വിജയ് ആരാധകനായതുകൊണ്ട് തന്നെയാണ്. ലോകേഷ് കനകരാജിന്റെ മൂവിയിലൊരു കോൺഫറൻസ് ഉണ്ട്. അതുകൂടാതെ വിജയുടെ ഡൈഹാർഡ് ഫാൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫാൻ ഷോ ടിക്കറ്റ് എടുക്കാനും തിയേറ്ററിൽ പോകാനും ഇടയായത്. ഒരു വിജയ് ആരാധകനെ തൃപ്തിപ്പെടുത്തുന്ന സിനിമയാണോ ഇതെന്ന് ചോദിച്ചാലേ അവർക്ക് വ്യത്യസ്തമായ ഒരു വിജയെ മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു രീതിയിൽ വിജയെ പ്രസന്റ് ചെയ്യാനായിട്ട് ലോകേഷ് കനകരാജിന് സാധിച്ചു. അതായത് മുൻപത്തെ സിനിമകളിൽ ഒരു ഇൻട്രോ ഫൈറ്റ് അല്ലെങ്കിൽ ഇൻട്രോ സോങ് ഈ വക കാര്യങ്ങളിലൂടെ വന്നിട്ട് ഡാൻസ് കളിച്ച് ചാടിത്തുള്ളി വിജയെ സ്ക്രീനിൽ കണ്ടിരുന്ന ആ ഒരു പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മിഡിൽ ഏജ് യുവാവ് അല്ലെങ്കിൽ ഒരു ഫാമിലി മാൻ എന്തൊക്കെ ചെയ്യും ആ തരത്തിലാണ് പടത്തിൽ വിജയ് കാണിച്ചിരിക്കുന്നത്. അതെനിക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായി തോന്നി. എന്തായാലും അങ്ങനെയും സിനിമകൾ വരുന്നല്ലോ, അതല്ലാതെ എന്നും ഈ പാട്ടും കൂത്തും ഡാൻസും മാത്രം വിജയ് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു വിജയെ ഈ സിനിമയിൽ കാണാൻ പറ്റി എന്നത് ഒരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് ഓരോന്നും ഞാൻ എടുത്തു പറയുന്നില്ല, നിങ്ങൾ സിനിമ കാണുമ്പോൾ കണ്ടു വിലയിരുത്തുക. എനിക്ക് പറയാനുള്ള ഒരു കാരണം, വിക്രം എന്ന സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ക്യാരക്ടേഴ്സിന്റെ എൻട്രി കൊണ്ട് നമ്മൾ അറിയാതെ കൈയടിച്ച നിമിഷങ്ങളുണ്ട്. ഒന്ന് പേജന്റ് ടീനേറെ ആണെങ്കിലും അല്ലെങ്കിൽ ക്ലൈമാക്സിൽ വരുന്ന സൂര്യ ചെയ്ത റോളക്സ് എന്ന ക്യാരക്ടർ ആണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സദ്യ പ്രതീക്ഷിച്ചു പോയിട്ട് ബിരിയാണി കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് നമ്മളത് കൈയടിച്ചത്. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഇങ്ങനെ എടുത്തു പറയാവുന്ന പെർഫോമൻസ് ആയിട്ട് എനിക്ക് ആരെയും അത്ര കാര്യമായിട്ട് തോന്നിയില്ല. പക്ഷെ അവർക്ക് കൊടുത്ത ക്യാരക്ടേഴ്സ്, ഇതിന്റെ കാസ്റ്റിംഗ് കൊടുത്തു നോക്കിയാൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആ ഒരു ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണോ, ആ ക്യാരക്ടറിന് ആവശ്യമായിട്ടുള്ള മാനേഴ്സങ്ങൾ എങ്ങനെയാണോ, അത് ഒട്ടും ചോരാത്ത രീതിയിൽ എല്ലാവരും അതിന്റെ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം ഇതിന്റെ ഡയറക്ഷൻ പ്ലസ് ഗ്രാഫിക്സ് ഈ വക കാര്യങ്ങളൊക്കെയാണ്. നമുക്കറിയാം ലോകേഷ് കനകരാജ് എന്ന ഒരു ഡയറക്ടർക്ക് അദ്ദേഹത്തിൻ്റെതായൊരു വേ ഓഫ് മെത്തേഡ് മേക്കിംഗ് ഉണ്ട്. അത് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഈ കളർ ഗ്രേഡിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന്റെ ഒരു ആംബിയൻസ് ആയിക്കോട്ടെ, അതല്ലാതെ നമുക്ക് വിക്രം ഫ്രണ്ട് തുടങ്ങുമ്പോഴുള്ള ഒരു ആംബിയൻസ് തന്നെ ഈ പടത്തിൽ നമുക്ക് കിട്ടും. അത് നോർത്ത് ഇന്ത്യൻ കാശ്മീർ സൈഡിൽ നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിൻ്റെതായ ഒരു തെളിച്ചം ഉണ്ട്. സാധാരണ ലോകേഷിന്റെ സിനിമകളെ മുമ്പ് കണ്ടിരിക്കുന്ന സിനിമകൾ ഭൂരിഭാഗം രാത്രി അല്ലെങ്കിൽ ഇരുട്ട് ഒക്കെയാണ്. ഇതിൽ ഒരുപാട് സീനുകൾ ഈ പറഞ്ഞ പോലെ രാത്രിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ലൊരു വെളിച്ചത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രാഫിക്സിന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര നല്ല ബഡ്ജറ്റ് കൊടുത്തിട്ട് ഇറക്കിയിട്ടാണ് ആ ഹൈനയുടെ സീൻസ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് പല ന്യൂസിൽ നമ്മൾ കണ്ടു. അത് സ്ക്രീനിൽ നല്ല രീതിയിൽ കാണാനുണ്ട്, നല്ല രീതിയിൽ അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കാർ ചേസിംഗ് സീൻ ആണെങ്കിലും കുറച്ച് തരത്തൊക്കെ നമുക്ക് ഗ്രാഫിക്സ് ആണെന്ന് തോന്നും, പക്ഷെ എന്നാലും അത് ഒരിക്കലും നമ്മുടെ ആ ഒരു ആസ്വാദനത്തെ ഒരിക്കലും ബാധിക്കുന്ന തരത്തിലല്ല അവർ ആ ഗ്രാഫിക്സ് ആണെങ്കിലും അതിന്റെ ഡയറക്ഷൻ ആണെങ്കിലും ആ കഥയാണെങ്കിലും ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിലെ ഈ സിനിമയുടെ മുമ്പത്തെ ഇന്റർവ്യൂസ് തന്നെ ലോകേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന സിനിമയുടെ അഡാപ്റ്റേഷൻ ആണ് എന്നത്.
അത് 100% ശരി തന്നെയാണ്. ഈ സിനിമയുടെ തുടക്കം കണ്ടപ്പോഴും ഇടയിലുള്ള പല സീനുകൾ കണ്ടപ്പോഴും ഹിസ്റ്ററി ഓഫ് വയലൻസിൽ കണ്ട സീനുകളാണ് ഇത്, അതേ ക്യാരക്ടേഴ്സ് തന്നെയാണ് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലാണ് അദ്ദേഹം ഇതിൽ സ്ക്രീൻ പ്ലേ ഒരുക്കിയിരിക്കുന്നത്. ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന സിനിമ ഒരു ചെറുകഥയാണെങ്കിൽ അതിന്റെ ഒരു ഇൻഡെപ്ത് സ്ക്രീൻ പ്ലേ ആണ് ഈ സിനിമ എന്ന് പറയാം. അതിൽ പല കാര്യങ്ങളും ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കുന്ന കാര്യങ്ങൾ ഇവിടെ അതിനെ ഡീറ്റെയിൽ ആയിട്ട് നെറേറ്റ് ചെയ്തിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അടക്കം കൊണ്ടുവന്ന് സ്ക്രീനിൽ നിർത്തുന്നുണ്ട്. അതാണ് ഹിസ്റ്ററി ഓഫ് വയലൻസും ഈ സിനിമയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാക്കി കോർ തീം, അത് അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ കണ്ട പോലെ തന്നെ 2 ലക്ഷത്തിൽ കൂടുതൽ സിനിമയിൽ കണ്ടിട്ടുള്ള ആ ഒരു കോർ തന്നെയാണ്, സിനിമയുടെ കാമ്പ് തന്നെയാണ് ഈ സിനിമയിലും ബേസ്മെന്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് മുകളിൽ എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നോ അതിന്റെ 100% അല്ലെങ്കിൽ അതിൽ കൂടുതൽ നല്ല രീതിയിൽ ലോകേഷ് അതിന്റെ സ്ക്രീൻ പ്ലേ ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഒരുക്കിയിട്ടുണ്ട്. ഒരു കാര്യം വിട്ടുപോയി, BGM, മ്യൂസിക് കാര്യങ്ങൾ, അത് ഒരു നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് ഇതല്ല ഇവിടുത്തെ സംഭവം, ഇതല്ല ഉദ്ദേശിക്കുന്നത്, ഇവിടെ വേറൊരു സംഭവം ഇനി വരാൻ പോകുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു ഫീല് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത് അത് BGM തന്നെയാണ്. കാരണം ഇതൊരു സാധാരണ ആളുകളുടെ ഒരു സാധാരണ ഫാമിലിയിൽ നടക്കുന്ന ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ വലിയ ഗംഭീര ഡയലോഗുകളും വലിയ എന്താ പറയുക ഇവരെ ഓപ്പോസിറ്റ് നാളെ മുട്ടുകുത്തിയ തരത്തിലുള്ള ഡയലോഗുകളും ഒന്നും തന്നെ ഈ വിജയ് ചെയ്യുന്ന ക്യാരക്ടറിനോ തൃശ്ശൂർ ചെയ്യുന്ന ക്യാരക്ടറിനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചെയ്യുന്ന ക്യാരക്ടറിനോ ഇല്ല. ഇതിന് കാരണം ഇതിന്റെ കോർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ വലിയ സൊസൈറ്റിയെ ബാധിക്കുന്ന വലിയ വലിയ കാര്യങ്ങളൊന്നും ഇതിൽ ചർച്ച ചെയ്യാത്തതുകൊണ്ട് തന്നെ വലിയ വലിയ ഡയലോഗ്സിനൊന്നും ഈ സ്ക്രീൻ പ്ലേയുടെയും സ്ഥാനില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ക്രീനിന്റെ ഇന്റൻസിറ്റി നമുക്ക് നമ്മുടെ തലച്ചോറിലേക്ക് എത്തിക്കുന്നത് BGM. അടുത്തത് സിനിമാറ്റോഗ്രഫിയാണ്. സിനിമാറ്റോഗ്രഫി ഒരു സീനിലൊരു ഡ്രോൺ ആണെന്ന് തോന്നുന്നു, അത് ഒരു ഫൈറ്റ് സീനിലൊരു സാധനമുണ്ട്, ഡ്രോൺ തന്നെയാണെന്ന് വിശ്വസിക്കാൻ മേക്കിംഗ് വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റുള്ളൂ. ഒരു പറന്ന് നടന്നിട്ടൊരു സംഭവം ഫൈറ്റ് സീക്വൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്, അത് കിട്ടില്ല സാധനമായിട്ടുണ്ട്. അത്രയൊക്കെയാണ് നമ്മുടെ പോസിറ്റീവ് സൈഡ്. നെഗറ്റീവ് നിങ്ങൾക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ തിയേറ്ററിൽ കൂടി കണ്ടുപിടിച്ചോളൂ, അത്രയും പറയാം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഒരു LCU എന്നൊരു സംഭവം, ഈ LCU അല്ലെങ്കിൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന പ്രധാനപ്പെട്ട സംഭവം മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു 2 സിനിമകളെ തമ്മിൽ അതിന്റെ രണ്ടിന്റെയും ത്രെഡുകൾ, മെയിൻ കോർ ത്രെഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ലിങ്ക് 2 പടത്തിനുണ്ടായി. അപ്പോഴാണ് ആ സിനിമാറ്റിക് യൂണിവേഴ്സ് ഒരു ബോണ്ട് ഉണ്ടായിരിക്കും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതിനകത്ത് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതിനെ രണ്ടിലും കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് വഴികൾ ലോകേഷ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്, കഥ പറഞ്ഞു പോകുന്നത്. ഇത്രയൊക്കെയാണ് പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഓവറോൾ നമുക്ക് തിയേറ്ററിൽ പോയിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ ഒരുക്കിയിട്ടാണ് ഇതിൽ സ്ക്രീൻ പ്ലേ ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും വിഷ്വൽ സൈഡ് ആണെങ്കിലും ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ അണ്ണൻ്റെ അതുകൊണ്ട് ഓളിച്ചിട്ട് കയ്യിൽ സംഭവം വലിയ പവറാക്കാനുള്ള സാധനങ്ങളില്ലെങ്കിലും അണ്ണന്റെ നമ്മുടെ വിജയ് സാർ ചെയ്യുന്ന ക്യാരക്ടറിന് 100% രീതി പുലർത്തുന്ന തരത്തിലുള്ള പെർഫോമൻസും അതിനനുസരിച്ചുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടാണ് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് റിലീസായിരിക്കുന്നത്. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അറിയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതെന്റെ പേഴ്സണൽ ആയിട്ട് ഒപ്പീനിയൻ ആണ്. ഇതിന് ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് പലതും തോന്നിയേക്കാം, ശരിയല്ലാന്ന് തോന്നിയേക്കാം, ഇതെല്ലാം ഇങ്ങനെയല്ല പറയേണ്ടത് ശരിയാണെന്ന് തോന്നിയേക്കാം. അങ്ങനെയൊക്കെ തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അടുത്ത വീഡിയോസ് ഇതൊക്കെ ആയിരിക്കും, ഈ വീഡിയോയും നിങ്ങൾ രണ്ടും കണ്ടിട്ട് പോയാൽ മതി. അപ്പോൾ ഓക്കെ, അതായിരിക്കും മറ്റൊരു വീഡിയോ വീണ്ടും